ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ദേ ഒരു ബിയറിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഒരു കാർഡ്ബോർഡിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഒരേ സൈസിലുള്ളതും പിന്നെ അതേ ഒരെണ്ണം വലിപ്പത്തിൽ നമ്മളൊരു വീടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുകൾ വശം ഇതേപോലെ ഒരു മേൽക്കൂരയുടെ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നമ്മുടെ ഫാബ്രിക്കിലും ഫെവിക്കോളൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതേ ഈ ഫെവി ബോണ്ടൊക്കെ ഒന്ന് തേച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതേ ഇതൊന്ന് ഒട്ടി കിട്ടുന്നതാണ്. ഇനി നമ്മളതിൻ്റെ ഒരു ചുമര് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വശത്ത് മാത്രമേ നമ്മൾ ചുമര് വെക്കുന്നുള്ളൂ. അതൊന്നിങ്ങനെ ഒന്ന് വളഞ്ഞ് പൊളഞ്ഞിട്ടൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇതിലേക്ക് സൈസൊക്കെ നോക്കി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ അളവൊന്നും പറയുന്നില്ല, കാരണം ഇത് എൻ്റെ കയ്യിലുള്ള കാർഡ്ബോർഡിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാനൊരു കുട്ടിയൊരു വീടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല തോനെ കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ വലിയ സൈസിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചുമരൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കഴുക്കോല് വെക്കുകയാണ് കേട്ടോ. ഈ ഓടിൻ്റെ ഒക്കെ അവിടെ കഴുക്കോലുണ്ടാവില്ല, അതേമാതിരി ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ നടുക്കിലും പിന്നെ രണ്ട് തട്ടത്തും നമ്മളിങ്ങനെ കുറച്ച് ഭാഗം ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ഒരു വലിയൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ കുപ്പി ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുപ്പിയും ഈ വീടൊക്കെ നമ്മളിതിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ കുപ്പി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്കത് ഒട്ടിക്കാൻ പാടാണ്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് ഒട്ടി കിട്ടും. പിന്നെ വീട് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് വീടിനൊരു തറ ഒട്ടിക്കണം. അപ്പോൾ അതാദ്യം തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത് ഈ കാർഡ്ബോർഡിൻ്റെ ഒക്കെ നമ്മൾ ഈ കാണുന്ന വശത്ത് ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാർഡ്ബോർഡിൻ്റെ വിട്ടു പോരുമില്ല, പിന്നെ നാനാന പോലുള്ളതൊന്നും കാണൂല്ല. ഇതിന് പകരം നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ നമ്മൾ ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇത് കാർഡ്ബോർഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാർഡ്ബോർഡൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവി ബോണ്ട് ധാരാളം. പിന്നെ ഞാനത് കുപ്പിയുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കുകൾ ഇല്ല, ഇത് തന്നെയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അധികം ഉപയോഗിച്ചിട്ടില്ല ഞാൻ. പിന്നെ അതേ കുപ്പിയുടെ മുകളിൽ ഫുള്ളും ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഈ വീടുണ്ടാക്കിയതിൻ്റെ ഉൾവശത്തും ഞാൻ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കി കൊടുക്കുക. ഒരു ലെയർ ഒട്ടിച്ചാൽ മതി, 2-3 ലെയറൊന്നും വേണ്ട. എന്നിട്ട് ഇതേപോലെ ഒരു കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് പീസുകൾ, ഞാനത് നമ്മുടെ കമ്പിത്തിരി മത്താപ്പൊക്കെ വാങ്ങിക്കുന്ന അതിൻ്റെ പെട്ടികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ വെട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെയൊക്കെ ചട്ടയിലും മതി കേട്ടോ. അധികം കട്ടിയായാൽ നമുക്കിത് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇത് റൗണ്ടിനുള്ള ബോട്ടിലല്ലേ. ചതുരനുള്ള ബോട്ടിലൊക്കെ ചെയ്യാച്ചുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല എളുപ്പമായിരിക്കും. പിന്നെ അതെല്ലാവരുടെ കയ്യിലുണ്ടാവില്ലല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ റൗണ്ടിനുള്ള ബോട്ടിൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പകുതി വരെ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ, മുഴുവനായിട്ടും ചെയ്യുന്നില്ല. പിന്നെ അതേ നമ്മൾ മുകളിൽ ഇതേപോലെ ജനലിൻ്റെ ഒക്കെ അവിടെ അങ്ങനെ ഒരു മേൽക്കൂര പോലെ ഉണ്ടാവില്ലേ, അതേമാതിരി നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് ഐഡിയ വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒട്ടി കിട്ടാനും പിന്നെ ഒട്ടാൻ ഈസിയും ഇത് തന്നെയാണ്. ഫെവി ബോണ്ട് ആകുമ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. പിന്നെ അതേ നമ്മൾ ആ കുപ്പിയുടെ പകുതിയിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു മതിൽ പോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 പീസ് ഇതേപോലെ വെട്ടിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പീസിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് നമ്മുടെ ഫെവിക്കോൾ ഒന്ന് പുരട്ടിയിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ തിരുമ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വള്ളി ഷേപ്പിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഈ കാർഡ്ബോർഡ് പീസിലൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ വളരില്ലേ, അതേമാതിരി ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ക്ലേ ഒന്നും ഉപയോഗിക്കാണ്ട് ഫുള്ള് വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു വള്ളികളുടെയൊക്കെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പിറ്റത്തെ ദിവസമാണ്, ഞാനൊരു നൈറ്റ് ആണ് ഇത് വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മണലും കുറച്ച് കല്ലും എടുത്തിട്ടുണ്ട്. നമ്മുടെ മുറ്റത്തെ മണ്ണാണ്. ഈ മണ്ണൊന്ന് അരിപ്പയിലെടുത്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള മണൽ കിട്ടും.
എന്നിട്ട് നമ്മളിതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കല്ലൊക്കെ നമുക്ക് എവിടെയാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ടാണ് കല്ലൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുറ്റത്ത് മണൽ വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫെവിക്കോളൊക്കെ ഒന്ന് പരത്തി തേച്ചിട്ട് ഈ മണൽ ഇങ്ങനെ ആകെ വെതറിയിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടാനുള്ള പശ തേച്ച് കൊടുത്തൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കുക, നിലത്തൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലുള്ളതൊക്കെ പൊക്കോളും. അപ്പോൾ അതേ നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഈ പെയിൻ്റ് അടിയിലാണ് ഈ ബോട്ടിൽ ആർട്ടിന് നമ്മൾ വേറൊരു ലെവലാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ മേൽക്കൂരയ്ക്ക് ബ്രൗൺ ഒരു കോട്ടിങ്ങാണ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ നിലത്ത് വീടിൻ്റെ തറയ്ക്കും സൈഡിലൊക്കെ നമ്മൾ ഇതേപോലെ ബ്രൗൺ കളർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുപ്പിയുടെ മുകളിലും പിന്നെ 2 സൈഡിൽ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടില്ലേ, അവിടെയൊക്കെ ഫുള്ള് ബ്ലാക്ക് അടിച്ച് കൊടുക്കുക. ആദ്യത്തെ കോട്ടിങ് ഫുള്ളും എല്ലായിടത്തും ബ്ലാക്ക് അടിച്ച് കൊടുക്കുക. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ടിഷ്യൂ പേപ്പറൊക്കെ ആയ കാരണം കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അക്രൈലിക് കളറാണ് ഉപയോഗിക്കുന്നത് ഫുള്ളും. പിന്നെ കല്ലിനും പിന്നെ അതേ വീടിൻ്റെ മൂലകളിലും പിന്നെ ചുറ്റോറൊക്കെ ഒന്ന് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതേ ഈ കാർഡ്ബോർഡ് പീസിലും കുപ്പിയിലൊക്കെ സാപ്പ് ഗ്രീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഓറഞ്ച് കളറ്. ഈ 3 കളേഴ്സൊക്കെ നമ്മളിങ്ങനെ സ്പഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മളിതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ വള്ളികൾ പോലെ വെച്ചിട്ടില്ലേ, അവിടെയൊക്കെ ഒന്ന് ഈ ഗ്രീൻ വെച്ചിട്ട് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ഓറഞ്ച് കളർ എടുത്തിട്ട് ഇതേപോലെ കല്ലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചതുരനിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ചെയ്താൽ വളഞ്ഞ് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്താലും മതി കേട്ടോ. ഇത് നമ്മളൊരു മതിലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ബ്ലാക്കും ഓറഞ്ചൊക്കെ കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ബ്ലാക്ക് ഷെയ്ഡിങ്ങിലും ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അതേ ഒരു സൈഡ് മതിൽ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുപ്പിയുടെ മുകളിലും നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം തന്നെ സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചിട്ട് സ്പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓറഞ്ചും ബ്രൗണൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിലത്ത് മണൽ വിരിച്ചിട്ടില്ലേ, അവിടെ ആദ്യം തന്നെ ഫുള്ള് ബ്രൗൺ കളർ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ മഞ്ഞ, പച്ച, കറുപ്പ് ഈ 3 കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇങ്ങനെ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. പിന്നെ ആ വീടിന് ചുറ്റോറും ഒന്ന് കറുപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം വീടും ആ മിറ്റവുമായിട്ട് ഒന്ന് അതിൻ്റെ തറയും മിറ്റവുമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കറുപ്പ് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെപ്പറേഷൻ തോന്നും നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടിടത്തൊക്കെ ഇങ്ങനെ പച്ച കൊടുക്കണമെങ്കിൽ പച്ച കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിനി അവസാനത്തെ ടച്ചിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതേ ഇതിൻ്റെയൊക്കെ ബോർഡർ ഞാൻ ഇതേപോലെ ബ്ലാക്ക് കൊണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഈ മേൽക്കൂരയുടെ അടിയിലൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനലിന് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഒരു ചെറിയൊരു വാതിൽ പോലെയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുകളിലത്തെ പോർഷൻ ഫുള്ളും നമ്മൾ ഇതേപോലെ കട്ട നമ്മൾ ചതുരങ്ങൾ ചെയ്തിട്ടില്ലേ, അതേമാതിരി നമ്മൾ കുപ്പിയുടെ മുകളിലോട്ടും പിന്നെ അതേ വീടിൻ്റെ അകത്തും നമ്മൾ ഇതേപോലെ അതായത് ആ ചുമരിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇതേപോലെ അങ്ങനെ കട്ട പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഏറ്റവും അവസാനത്തെ ബ്ലാക്ക് കൊണ്ടുള്ള അവസാനത്തെ ടച്ചപ്പാണ് അതൊക്കെ. പിന്നെ ഇതിനുള്ളിൽ ഷെയ്ഡിങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഒരു മഞ്ഞ പോലെയൊക്കെ ഒന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ അതേ ഈ ജനലിൻ്റെ നമ്മൾ കൊടുത്ത് നമ്മൾ വൈറ്റ് കളറ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറുപ്പ് കൊണ്ടൊക്കെ ഒന്ന് ഷെയ്ഡിങ് കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, മുകളിൽ ഞാനിത് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. മുകളിൽ കള്ളി പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ വൈറ്റ് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതേ പുല്ലാണ് കേട്ടോ. ഈ പുല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന സാധാരണ കുഞ്ഞു പുല്ലുകളാണ്. വേറെ പുല്ലുകളൊന്നും നമ്മൾ അന്വേഷിച്ച് പോകണ്ട, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മളിത് നന്നായിട്ട് പശ തേച്ചിട്ട് ഇതിലേക്ക് കുഞ്ഞു പീസസ് ആയിട്ട് ഇങ്ങനെ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ സുഖമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു കോട്ടിങ് നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടിയും പശ അതിൻ്റെ മുകളിൽ തേച്ചിട്ട് കുറേ വെച്ചിട്ടൊന്ന് പൊത്തിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പെയിൻറ്റ് ആദ്യം അടിച്ച കാരണം കൊണ്ട് അധികം നമുക്ക് ഗ്യാപ്പ് കാണില്ല.
എന്നിട്ട് നമ്മളൊരു കത്രിക എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതും പൊന്തി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കളയുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മേൽക്കൂര നമ്മൾ മേഞ്ഞ് കളഞ്ഞു. ഇതേ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ തറയിലും അടിവശത്തും നമ്മൾ ഇതേപോലെ കുറച്ച് പുല്ലിട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബറാണ്, പച്ച കളറുള്ളത്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ സാധാരണ പെയിൻ്റ് അടിക്കുന്ന സ്പഞ്ചായാലും മതി. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ പീസസ് ആക്കിയിട്ട് നമ്മൾ ആ കല്ലിൻ്റെ അവിടെ ഒരു പുല്ലിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊരു പച്ചയും മഞ്ഞയും കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്തും കുറച്ചൊക്കെ പച്ചയും മഞ്ഞയൊക്കെ കൂട്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു പുല്ലിൻ്റെ ഒരു ഷെയ്ഡിങ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പെയിൻറ്റിങ്ങൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെയാണോ നമ്മൾ ഇത് കൊടുക്കാത്തത്, പിന്നെ കല്ലിനൊക്കെ നമ്മൾ ഒരു ആഷ് കളറ് വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് കല്ലിനൊരു ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം നമ്മളെല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ടച്ചപ്പ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത്, ക്രിസ്മസ് സ്പെഷ്യൽ. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ടില്ലെങ്കിൽ നമുക്കൊരു ഫെയറി ഹൗസ് ബോട്ടിൽ ആർട്ടായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും ചെയ്യാം. നമ്മളിതിൽ ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഇത് മോൻ്റെ പിറന്നാളിൽ വാങ്ങിച്ച കേക്കിൻ്റെ ബോർഡാണത്. പിന്നെയെന്ന് പറയുമ്പോൾ പുല്ലാണ്, ടിഷ്യൂ പേപ്പറാണ്, ഒന്നും നമുക്ക് കാശ് ചിലവില്ലാത്തതാണ്. അപ്പോൾ ഈ ഉണ്ണീശുവിനും പിതാവിനെയും മാതാവിനെയൊക്കെ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് വാങ്ങിക്കുന്നത് വെച്ച് നോക്കിയതാണ്. പക്ഷെ അത് വലിപ്പം കൂടുതലുള്ള കാരണം കൊണ്ട് മാതാവും പിതാവും ഒക്കെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പുൽക്കൂട് ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടും കേട്ടോ. അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്